അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? റഹ്മത്താണ്. റഹ്മത്ത് കൊണ്ടാണ് ഇബ്ലീസ് ഇന്ന് ജീവിക്കുന്നത്. ഇബ്ലീസിന് അല്ലാഹു അൻദിർനി ഇലാ യൗമി യുബ്അസൂൻ, പുനരുത്ഥാന ദിവസം വരെ എനിക്ക് നീ ആയുസ് തരണം എന്ന് ആര് പറഞ്ഞു? ഇബ്ലീസ് തരാമെന്നും പറഞ്ഞു. എന്തുകൊണ്ട്? ചോദിച്ചാൽ കൊടുക്കും. രാജാതിരാജനാണ്. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലേ? രാജാവാണെങ്കിൽ ചോദിച്ചാൽ കൊടുക്കും, കൊടുക്കാക്കാൻ പറ്റൂല. അങ്ങനെയല്ലേ ചില മനസ്സിലാവുണ്ട്. ആ പ്രജകൾ അത്ര ഇഷ്ടമുള്ള രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്. കൊടുക്കാതിരിക്കാൻ അവർക്ക് കഴിയൂല. പറഞ്ഞ മനസ്സിൽ ചിന്തിക്ക്. ചിലർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റൂല. അങ്ങനെയുണ്ട്. സിദ്ധിയാജി പറഞ്ഞൊരു കഥ ഉണ്ട്. പത്തേക്കോട് സിദ്ധിയാജി നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കഥ ഉണ്ട്. ഞാൻ റമളാൻ മാസം അവസാനം ഞാൻ എൻ്റെ നാട്ടിലും വരുന്നവർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും പൈസ കൊടുക്കും. പഴയ കാലം മുതലേ ഒരു കൊല്ലൻ്റെ കയ്യിൽ പൈസ ഇല്ലാതായി. അങ്ങനെ ഞാൻ റമളാൻ അവസാനമായപ്പോഴത്തേന് ഞാൻ നാട് വിട്ടുപോയി, വയനാട്ടിൽ. പടച്ചവനോട് ഇങ്ങനെ പറയും ചെയ്യും, റബ്ബേ ഞാനിപ്പോൾ കുടുങ്ങിയാലോ, ഒരു 10 രൂപ. ഇനിയിപ്പോൾ റമളാൻ പെരുന്നാൾക്ക് കൂടാൻ പറ്റില്ല നാട്ടിൽ. എന്തുകൊണ്ട്? പൈസ വേണം. ഞാൻ വന്ന ആള് വരും, എൻ്റെ പൈസ ഇല്ല. അങ്ങനെ ഞാൻ വയനാട് കൂടി പോയി വരുന്നു. ഒരു സ്ഥലത്തെത്തിയ സമയത്ത് അവിടെ കൂപ്പ് ലേലം നടക്കുക. കുറേ മുതലാളിമാരും DFOയും എല്ലാം കൂടിയിട്ടുണ്ട്. കൂപ്പ് ലേലം നടക്കുക ഫോറസ്റ്റിൽ. അപ്പം ഞാനും അവിടെ ചെന്നിരുന്നു. എനിക്കതായത് ഒന്നുമില്ല, എൻ്റെ കയ്യിൽ 10 പൈസയില്ല കൂപ്പ് വിളിക്കാൻ. അപ്പം മുതലാളിമാരെല്ലാവരും അങ്ങോട്ട് നടന്നു. കൂപ്പ് ലേലത്തിൻ്റെ സമയമാകുകയാണ്. അപ്പം മുതലാളിമാർ അങ്ങോട്ട് നടന്ന് ചില ആളുകൾ എൻ്റെ അടുത്ത് വന്നാണ്ട് പറഞ്ഞു, നിങ്ങളൊന്നും ഒഴിവാക്കുകയാണെങ്കിൽ ഞങ്ങൾ 50,000 രൂപ തരാം. നിങ്ങളിതിന് വരും ഞങ്ങൾ കരുതിയിട്ട്. അപ്പോൾ പറഞ്ഞു, ഞാൻ അത് പിടിക്കണമെന്ന് ഉറപ്പിച്ചു വന്നതാ. അതൊക്കെ ഒന്ന് പോയി തരി. നിങ്ങളുണ്ടോ? നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഞങ്ങൾക്ക് എന്തെങ്കിലും റമളാൻ എൻ്റെ കിട്ടണ്ടേ? അത് ഞങ്ങളെല്ലാവരും കൂടെ ആയിക്കോട്ടെ, നിങ്ങൾ വാശി പിടിക്കുകയാണെങ്കിൽ ഞാൻ പോയി തരാം. 50,000 രൂപ ഞാൻ വണ്ടി തിരിച്ച്. കാരണം എനിക്ക് പൈസ ഇല്ലാതെ നിൽക്കാൻ പറ്റിയ നാട്ടിൽ. അങ്ങനെ സംഭവമല്ലേ. എല്ലാവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. ഒക്കെ നല്ല നല്ല മനുഷ്യന്മാരാണ്. സീതേജിയൊക്കെ നല്ല മനുഷ്യനായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അങ്ങനെ ആരൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളെ സഹായിച്ചോ അവർക്കൊക്കെ അള്ളാഹു തല പുറത്തു കൊടുക്കട്ടെ. എന്നത് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ചെയ്യാതെക്കാൻ പറ്റൂല. ഇതാണ് സീതേജിക്കെങ്കിൽ രാജാതിരാജൻ്റെ റബ്ബിൻ്റെ അവസ്ഥ. എന്താ? കൊടുക്കാൻ പറ്റൂല. അങ്ങനെ വായിക്കുക. ഒന്നാമത്തെ 10 അവലുഹു റഹ്മത്തും. അവാക്ക് നാട്ടിട്ട് പോകാൻ പറ്റൂലല്ലോ. മനസ്സിലായില്ല? ഞാനിപ്പോൾ തൽക്കാലം ഒന്നുമില്ലാത്തതുകൊണ്ട് ഞാനിനി വേറെ ലോകം ഉണ്ടാക്കിയാണ്ട് ഇവനെന്തൊക്കെ ആട്ടെ, ഞാൻ ഇവിടുന്നാണ് പോകുക. അത് അള്ളാഹ്ക്ക് പറയാൻ പറ്റുമോ? പറയണത് ചങ്ങായി, പറ്റൂല. അള്ളാഹ് ബഖീലാകലില്ല. അള്ളാഹ് രാജാതിരാജനാ. ഇത്ര വലിയ രാജാവായിട്ട് ഞാൻ ചോദിച്ചത് തരാതിട്ട് എന്താ? അപ്പം അള്ളാഹ്ക്ക് ലജ്ജയാണ്. മനസ്സിലായി? വട്ടപൂജ്യമായ ഒരു കൈ മടക്കുന്നത് അള്ളാഹ്ക്ക് കഴിയൂല. അവനത് ലജ്ജയാണെന്ന് മുഹമ്മദ് മുസ്തഫ. പഠിച്ചോനെ, എൻ്റെ തലേന്ന് ഹദീസ് ചാടി കിട്ടിയതാ. എന്താ പറഞ്ഞേ? അള്ളാഹുവിന് ലജ്ജയാണ് ദുആ ചെയ്യുന്നവന്റെ കൈ വട്ടപൂജ്യമായി മടക്കുന്നത് അള്ളാഹുവിന് ലജ്ജയാണ്. അത് അള്ളാഹ്ക്ക് ചെയ്യാൻ പറ്റൂല. റമളാൻ അവസാനം നാട്ടിൽ നിൽക്കാൻ ജഡ്ജുണ്ടല്ലേ, നാട്ടിട്ട് അള്ളാഹ്ക്ക് പറ്റൂലല്ലോ. കൊടുക്കല്ലേ? കൊടുക്കാനൊന്നും ദരിദ്രനാവൂല്ലല്ലോ. കൊടുക്കാലോ. പിന്നെന്തിനാ ചോദിക്കാക്കണ്? എന്താ ചോദിക്കണേ? എന്ത് ചോദിക്കണം? എന്ത് ചോദിച്ചോ? എന്തും ചോദിച്ചോ? എന്തും ചോദിച്ചോ? എന്തും എന്തും. ഞാൻ പലതും മൂല്യന്മാർ കിതാബുകൾക്ക് ഉണ്ട്, പല കിതാബിലുണ്ട്. വെള്ളിയാഴ്ച ഇമാമ ഖത്തീബിൻ്റെ ഇടയിലെ ഇരുത്തത്തിൽ ചോദിച്ചാൽ ഉത്തരം കിട്ടും. നല്ലൊരു സമയം, ഉത്തരം കിട്ടുന്ന സമയം. ഞാൻ ഖുത്ബ ഒഴിവായി കിട്ടിയ കാലം മുഴുവൻ ആ സമയം ഉപയോഗപ്പെടുത്തും. അത് വല്ലാത്ത സമയമാണ്. ചോദിച്ചൊക്കെ തന്നിട്ടുണ്ട്. മിനിഞ്ഞാന്ന് ജുമാക്കൂടി ഇത് ഇവിടെയാണ്, ഈ പള്ളിയിൽ ഒരു കാര്യം അള്ളാഹിനോട് ചോദിച്ചിട്ടുണ്ട്. പുതിയൊരു സാധനം അത് കിട്ടും. പുതിയൊരു സാധനം ഞാൻ പാവൂർ ജുമാഅത്തുള്ളിൽ വെച്ച് അള്ളാഹിനോട് ചോദിച്ചിട്ടുണ്ട്. അത് കിട്ടും ഇൻഷാ അല്ലാഹ്. കാരണം അള്ളാഹ് ചോദിക്കേണ്ട പോലെ ചോദിച്ചാൽ തരും. അതിന് അള്ളാഹു തരാൻ ഒരത്ത് കടമ കണ്ട. മനസ്സിലാണ്ട് പറഞ്ഞത്? അത് അള്ളാഹു തആല ചോദിക്കാൻ വേണ്ടി ഒരു 10 തന്നിട്ട് ചോദിക്കാതിരുന്നാൽ ഈ 10 എന്തിൻ്റെ 10? ഈ 10ൻ്റെ മേലെ ഒരു 10 ഒരു കൊല്ലത്തിനില്ലേങ്ങായി.
ഒരു കൊല്ലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 300 ചില്ലാനും 10 ഉണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 ഏതാ? ഇതാണ്. അത് ഏത് വലയാലിൻ അശ്റിന്റെ മേലെയാണ്? ഇതാ വലയാലിൻ അശ്റിന് ഇങ്ങനെ പറഞ്ഞ 10 രാത്രികൾ പ്രധാനപ്പെട്ട തന്നെയാണ്. ഇത് എന്തിനുള്ള 10? റഹ്മത്ത്. ചോദിച്ചു വാങ്ങിക്കോ, ചോദിച്ചാൽ തരും. കൊടുക്കാതിരിക്കാനുള്ള പറ്റൂല. അപ്പൊ നമ്മൾ വിഡ്ഢിയാകും ചോദിക്കാതിരുന്നാൽ. അമലൊന്നും ചെയ്തില്ല, ചോദിച്ചു. ഞങ്ങളോട് പറഞ്ഞില്ലേ തഹജ്ജുദ് നിസ്കരിക്കാൻ നേരം വൈകിക്കാൻ, തഹജ്ജുദ് നിസ്കരിക്കണ്ട, ഒന്നും നിൽക്കും വേണ്ട, നീ എണീറ്റിട്ട് തന്നെ പഠിച്ചവനെ അയച്ചു കൊടുത്തതാണ്. നമ്മൾ സ്വാഭാവികമായി ഒരു ദിവസം നേരം വൈകി, സാധാരണ തഹജ്ജുദ് നിസ്കരിക്കും. തഹജ്ജുദ് നിസ്കരിച്ചില്ല, എന്നിട്ട് നിസ്കരിക്കാൻ നേരം കിട്ടില്ല, എണീക്കും എന്നറിഞ്ഞു. അപ്പം നമ്മൾ എണീറ്റു. സുബൈൻ്റെ ബാങ്ക് ഇങ്ങനെ കൊടുത്തില്ല എന്നതിനേക്കാൾ വാച്ച് നോക്കുമ്പോൾ ഇതാ 5:29, 1 മിനിറ്റ് കഴിഞ്ഞ് ബാങ്ക് കൊടുക്കാനുള്ളൂ. കയ്യൊന്നിച്ചാണ് എന്ത് പറഞ്ഞോളാം? പ്രശ്നം കൊടുത്തോളാം. പ്രശ്നം എനിക്ക് എല്ലാ റഹ്മത്തും കൊണ്ടാ. പ്രശ്നം എനിക്ക് ഈ നാട്ടിലെ എല്ലാവരുടെ കൂട്ടത്തിലും ഏറ്റവും നല്ലവരുടെ കൂട്ടത്തിൽ എന്നെ ചേർത്തുണ്ടാ. അപ്പോൾ തന്നെ അല്ലാഹു അക്ബർ പറഞ്ഞു. ജഡ്ജ് നേരം കഴിഞ്ഞു. 3 വർത്താനം പറഞ്ഞു. നിസ്കരിച്ചിട്ടില്ല. നിസ്കരിച്ചിട്ട് എന്താ കാര്യം? നിങ്ങളും ഞാൻ നിസ്കരിച്ചാൽ അല്ലാഹു തആലക്ക് ലാഭം ഉണ്ടെങ്കിലല്ലേ നിസ്കരിക്കാതൊക്കെ അല്ലാഹുക്ക് ചൂടാവുള്ളൂ. ഞങ്ങൾ നിസ്കാരം നിർത്താൻ വേണ്ടി പറയല്ല, നിസ്കരിക്കണം അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടി. പക്ഷെ ഇതൊന്നും ചെയ്തിട്ടില്ലാതെയും ഒരു അടിമ അള്ളാഹിനോട് എന്ത് ചോദിച്ചു? പൂർത്തി തരാൻ പേർന്നു. അത് ഓർത്തു കൊടുക്കും. അള്ളാഹ്ക്ക് നിസ്കരിച്ചാൽ തന്നെ ലാഭമില്ലല്ലോ, ഓർത്തു കൊടുത്താൽ. അതാണ് റഹ്മത്ത്. കതബ അവൻ എഴുതി, അതായത് നിർബന്ധമാക്കി. നമ്മൾ കതബ എന്ന വാക്കിന് നിർബന്ധം എന്നാണ് അർത്ഥം വെക്കൽ. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ, അല്ലെങ്കിൽ നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടു എന്ന വാക്കാണ് അവിടെ കതബ എന്ന വാക്ക് ഉപയോഗിക്കുക. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ, നിർബന്ധം എന്ന അർത്ഥം വെക്കുക. അപ്പോൾ കതബ അള്ളാഹു നിർബന്ധമാക്കി അലാ നഫ്സിഹി, അവൻ്റെ നഫ്സിൻ്റെ മേൽ അർറഹ്മത, റഹ്മത്തിന്. അള്ളാഹ്ക്ക് നിർബന്ധമാണ് എന്ത് ചെയ്യൽ? റഹ്മത്ത് ചെയ്യൽ. അദാബ് കൊടുക്കൽ അള്ളാഹു തആലാക്ക് നിർബന്ധമില്ല. നരകത്തിലിടൽ, പറഞ്ഞ കുട്ടി നരകത്തിലല്ല, അള്ളാഹു തആലാക്ക് നിർബന്ധമില്ല. റഹ്മത്ത് ചെയ്യൽ നിർബന്ധമാണ്. നിങ്ങൾ പേടിക്കാൻ വേണ്ട, അങ്ങനത്തെ റബ്ബാണിത്. അപ്പൊ നമ്മളെ ഒരു സുവർണ കാലമാണ് എന്ത് ഈ 10. ഇത് പറയാൻ അതൊക്കെ പറഞ്ഞു. സുവർണ കാലം ഇത് 1-ാം ദിവസമാണ്. സുവർണ ദിവസങ്ങളത് 1-ാം 10. 2-ാം 10-ലോ 1-ാം 10 ചോദിച്ചോ, 3-ാം 10-ലോ 1-ാം 10 ചോദിച്ചോ. അങ്ങനെ 2-ാം 10-ൽ പല പണി ഉണ്ടാവും. ബദരീങ്ങളാണ്ടുണ്ട്, പൈസ പിരിപ്പിക്കണം, പലതും ഉണ്ടാവും. 1-ാം 10-ൽ ചോദിച്ചാളാ, 1-ാം 10-ൽ ബദരീങ്ങളാണ്ടൊന്നും ഇല്ലല്ലോ. 2-ാമത്തെ പറയും മനസ്സിലായല്ലേ? 3-ാമത്തെ 10-ൽ 25 ഉണ്ട്, അന്ന് നെയ്യപ്പം ചൂടണം, പല പണിയുണ്ട്. പള്ളിക്കൊക്കെ നെയ്യപ്പം കൊണ്ടുപോകണം. ഇതൊന്നും 1-ാമത്തെ 10-ലില്ല. നെയ്യപ്പമില്ല, കലത്തപ്പമില്ലാത്ത 10-ആണ് ഇത്. പറയുടെ ചെങ്ങായി 2-ാമത്തെ 10-ൽ നെയ്ച്ചോറും വരട്ടുണ്ടാക്കണം, 3-ാമത്തെ 10-ൽ കലത്തപ്പവും നെയ്യപ്പം ഉണ്ടാക്കണം. 1-ാമത്തെ 10-ൽ കലത്തപ്പമല്ല, നെയ്യപ്പമല്ല, കുയ്യപ്പമല്ല, ഒന്നുമില്ല. അള്ളാഹിനോട് പറയാം, പഠിച്ചോനെ എനിക്ക് റഹ്മത്ത് ചെയ്യണം, ഞാൻ ദോഷിയാണ്, നിനക്കറിയാൻ ദോഷം, നാട്ടുകാർക്കറിയില്ല, ഞാൻ ദോഷിയാണ്, നിനക്കറിയാം. ഞാൻ ഇവിടെ നടക്കുന്നത് ഇത് സത്താറായതുകൊണ്ടാണ്, നീ മറച്ചു പിടിക്കണോണ്ടാണ്. ഇല്ലെങ്കിൽ സ്വന്തം പുരയിൽ വഷളാവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലേ? സത്യമല്ലേ? നമ്മളൊക്കെ കയ്യിലിരിപ്പ് പുരയിലുള്ള പെണ്ണുങ്ങളും കുട്ടികളും അറിഞ്ഞാൽ ഒന്നും വഷളാവും, മുഖത്ത് പോക്കാൻ പറ്റില്ല. അങ്ങനത്തെ അബദ്ധങ്ങളും നമ്മളെ കയ്യിൽ നിന്ന് വന്നേക്കാം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു തന്നെ എന്ത് ചെയ്തു? സിതറിട്ടു, ആരും അറിഞ്ഞില്ല. മനുഷ്യരിൽ നിന്ന് അള്ളാഹു തന്നെ നമ്മളോട് ഇങ്ങനെ പറയൂ, തരേ സതർത്തുക്ക അല്ലയോ മോഫർത്തുക്ക, ഇടുവാ താഴ്ത്തക്കഥ വക്കഥ വക്കഥ ജിദ്ദുബുദ്ധുവൊക്കെ ചെയ്തോൻ എന്നല്ലേ സത്തർത്തു. അവിടെ ആരും അറിയാതെ ഞാൻ മറിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങൾ വരെ അത് അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ ഓരോ മര്യാദക്കോട്ട് എൻ്റെ കൂടെ ഉണ്ടാവില്ല. ഇത് തോന്നിയാസം മുഴുവനും ചെയ്ത് നടന്നിട്ട് പിന്നെ ഉല്യപ്പാപ്പ ആയതുകൊണ്ടാണ് ഓളോട് എന്ത് പറഞ്ഞത്, നമ്മളങ്ങനെ വാട്സപ്പൊക്കെ നോക്കാൻ പറ്റുമോ, മറ്റത് ആരാൻ്റെ കയ്യും കാലും നമ്മൾ നോക്കാൻ പറ്റുമോ എന്നൊക്കെ പറയുമ്പോൾ ഓക്കത് അറിയില്ല. ഈ ദുനിയാവിലെ കയ്യും കാലും അതിൻ്റെ അപ്പുറം നോക്കിയിട്ടാണ് വരുന്നത് എന്നുള്ളത് ഓക്കറിയില്ല. അപ്പോൾ എന്തിന് പുതിയാപ്പളിനെ വലിയ മഹാനായി മനസ്സിലാക്കിയിട്ടാണ് വൈപ്പെടുന്നത്. എന്തുകൊണ്ട്? ഞാൻ അന്ന് എന്താണ് നിനക്ക്? സത്താറാണ്. എൻ്റെ തിന്മകളെ ഞാൻ മറച്ചു. ഓഫർ തുക ഇന്ന് ഞാൻ പുറത്തുനിന്ന് ഫദഖുലുൽ ജന്ന ബിഗൈരി ഹിസാബ്, ഹിസാബില്ലാതെ പോയിക്കോ എന്ന് പറയും. യാ സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. അവനായ റബ്ബിൻ്റെ അവൻ്റെ ഒരു വലിപ്പത്തരം ഇത്രയാണ്. ഇത്
സ്വർഗത്തേക്ക് പോയിക്കൊന്ന് വരാൻ പറഞ്ഞാലും നമ്മൾ അവിടെ നിന്ന് പോകൂല. എന്തുകൊണ്ട് പോകില്ല? അവൻ്റെ മുന്നിൽ നിന്ന് പോകാൻ നമുക്ക് വയ്യ. എന്തുകൊണ്ട്? നമ്മളെ അവൻ നരകത്തിലിട്ടാൽ പോലും അവൻ അക്രമിയല്ല. കാരണം ആ ജാതി തോന്നിയാസം നമ്മൾ ചെയ്തതാ. സത്യല്ലേ പറഞ്ഞത്? എന്നിട്ട് ആ റബ്ബി നമുക്ക് സ്വർഗം തരികയാണ്. അപ്പൊ പോയിക്കോ സ്വർഗത്തേക്ക്. നല്ല മനുഷ്യൻ പോകൂല അവിടെ, പിന്നെ അവിടെ തന്നെ നിൽക്കും. എൻ്റെ മുന്നിൽ നിന്നൊക്കെ പോകാൻ വയ്യ. രാജാതിരാജ എന്തിനാ സ്വർഗത്തേക്ക് പോണത്? അവൻ്റെ സാമീപ്യം. പടച്ചോനെ കാണണമെങ്കിൽ സ്വർഗത്തിലെത്തണം. നമുക്ക് അള്ളാനെ മനസ്സിലാക്കിയാൽ നമുക്ക് സ്വർഗത്തിലെ പുട്ടും കടലൊന്നും അല്ല വിഷയം. നമ്മളിപ്പോൾ പുട്ടും കടലയും തിന്നാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് പോണത്. സ്വർഗത്തിൽ വലിയ വലിയ പക്ഷികളുണ്ട്, അത് പൊരിച്ചു വരുത്തേന്ന് പറഞ്ഞോടുകൂടെ പൊരിഞ്ഞിട്ട് പാത്രത്തിൽ ചാടുന്നാണ്. അപ്പം നമ്മൾ മന്തി തിന്നും പോലെ, മനസ്സിലായില്ല, മെഷീന് കറക്കണ കോഴി ഉണ്ടല്ലോ, ആ കോഴിനെ പോലെ നമ്മൾ ഇങ്ങനെ തിന്നു. എന്ത് തിന്നു? സ്വർഗത്തിലെത്തി അയൊന്നും നേരം ഉണ്ടാവില്ല. ആരെ കാണണം? എന്ന് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിൽ കയറിയവർക്ക് ഏറ്റവും രസമുണ്ടാവുക അള്ളാഹുവിൻ്റെ ദാത്തിലേക്ക് നോക്കില്ല. അത്ര രസമുള്ളൊരു കാര്യം വേറെയില്ല. പിന്നെ അവർ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ മറന്നു പോകും. അവർ ആ പുഴയിലൊന്ന് ചാടിക്കൊളിക്കാൻ മറന്നു. എപ്പോഴെങ്കിലും സ്വർഗത്തിലെ പുഴ കണ്ടാൽ നമ്മൾ പറയും, എന്ത് പഠിച്ചോനെ, നമ്മളപ്പോൾ ആ ഒരു ക്ലാസ്സിലിരുന്നാണ്ട് ഈ പുഴയിലൊക്കെ ചാടിക്കുളിച്ചാണ് എത്ര ചേർന്നത്. ഇപ്പോൾ ഈ പുഴ വന്നിട്ട് തന്നെ 1000 കൊല്ലം കഴിഞ്ഞു, ഇതുവരെ ഒന്നും ഇറങ്ങി നോക്കിയിട്ടില്ല. എന്തുകൊണ്ട്? നിൻ്റെ ദാത്തിലേക്ക് നോക്കുന്ന പണിയല്ലേ. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? അവനാണല്ലോ, അവനെയാ പഠിക്കണ്ടേ. നമ്മൾ നിസ്കാരം പഠിച്ചു, നോമ്പ് പഠിച്ചു, സക്കാത്ത് പഠിച്ചു, നോമ്പൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്ന ഉപ്പന്നീ തുമിനീരി ഇങ്ങോട്ട് പോയാൽ നോമ്പ് മുറിയും. മനസ്സിലായില്ല? ഇങ്ങോട്ട് ചാടിയ പുറത്തേക്ക് വായും വിട്ട് പുറത്ത് ചാടിയ ഉമിനീരിനെ അകത്തേക്ക് വലിച്ചാൽ നോമ്പ് മുറിയും. നോമ്പ് മുറിയാണെങ്കിൽ നോമ്പ് ഉണ്ടാകണ്ടേ? എനിക്ക് നോമ്പ് ഉണ്ടായിരുന്നില്ല, പക്ഷെ നോമ്പ് നോറ്റിട്ടുണ്ടാവില്ല. എൻ്റെ മനസ്സ് റബ്ബിന് ഒരു വട്ടം പോലും കൊടുത്തിട്ടുണ്ടാവില്ല. കതബ അലാ നഫ്സിഹി റഹ്മ. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ സമ്മാനം. കതബ അലാ നഫ്സിഹി റഹ്മ. അവൻ്റെ മേൽ റഹ്മത്തിന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അടിമകൾക്ക് റഹ്മത്ത് ചെയ്തിരിക്കുന്നു. അതിനു വേണ്ടി ഒരു 10 ഇത്, ഈ 10. അപ്പം എല്ലാം പകലും അല്ലാഹുമ്മ റഹ്മനി. ഇത് നമുക്ക് ഇന്ന് കമ്മിയാ. എന്തുകൊണ്ട്? ഇത്തരൊന്നും തഹജ്ജുദും തറാവിയും ഇല്ലാത്ത ആളുകൾ. എൻ്റെ കുട്ടിക്കാലത്ത് തറാവിന് നാളുണ്ടാവില്ല, ഉണ്ടാവില്ല. തറാവിന് വളരെ കുറഞ്ഞ നിസ്കരിക്കാൻ ആളുണ്ടാവും, പിന്നീട് പോവും. ഇങ്ങനെ അനുഭവമുള്ള ആളുകൾക്ക് കൈ പൊക്കി സത്യമല്ലേ ഞാൻ പറഞ്ഞു? നമ്മൾ കൂടിയതല്ലേ ഇതിലൊക്കെ സത്യമല്ലേ? ആ കുറഞ്ഞ ആളുകളുണ്ടാവും, നിസ്കരിച്ച എല്ലാവരും ഉണ്ടാവും, പിന്നീട് പോവും. പിന്നെ മൊല്ലാക്കി 2 ആളും ഉണ്ടാവും. നമ്മളിൽ 3-4 കുട്ടികളുണ്ടാവും. കാരണം ഇതിനിടയിൽ വിത്തറിൻ്റെ മുമ്പ് കാവ കൊടുക്കും. എൻ്റെ അമ്മാൻ്റെ നാട് പാണ്ടിക്കാട് പിന്നെ ജുമാഅത്തുപള്ളിയിലാണ് ഞങ്ങൾ പോയിരുന്നത്. ഞാനും ഉമ്മാൻ്റെ നാട്ടിലാവും പലപ്പോഴും. ഉമ്മാൻ്റെ വാപ്പയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും സാലിയ മനുഷ്യൻ്റെ മാലോപ്പൻ. അവരാണ് എനിക്ക് പാത്തി പഠിപ്പിച്ചത്. അവരുടെ കറാമത്താണ് ഈ കാണുമൊക്കെ. അവരത്രയും നല്ല മനുഷ്യനാണ്. അവരാണ് ഞാൻ പറഞ്ഞ വല്യപ്പ. അവരെയാണ് പാമ്പ് കടിച്ചത്, പാമ്പ് എത്ത്. നമ്മൾ പറഞ്ഞിട്ട് പാമ്പ്, എൻ്റെ വല്യപ്പാനെ പാമ്പ് കടിച്ച് പാമ്പ് എത്തും ഞാൻ കണ്ടതാണ്. വല്യമ്മ പറയും ചെയ്തു, ഇപ്പാനെ പാമ്പ് കടിച്ചിട്ടുണ്ട്, ഒന്ന് പോയൊക്കെ അവിടെ എവിടെയെങ്കിലും ചത്തിറക്കം ഉണ്ടാവും. അപ്പോൾ പുല്ലാണിക്കാട്ടി ചത്തിറക്കുന്നുണ്ട്. കാരണം ഖുർആനല്ലാത്ത ഒരു മിനിറ്റ് പണിയില്ല. ഓതന്നെ ഹാഫിളൊന്നുമല്ല, ഓതി ഹാഫിളായി. ഹാഫിളല്ല, ഓതിയിട്ടാണ് ഹാഫിളായി. രാവും പകലും ഖുർആനോ തന്നെ, വേറെ പണിയില്ല. പാടത്തേക്ക് പോകുമ്പോൾ ഒതുമില്ലാതെ കന്നൂട്ടില്ല. മനസ്സിലോട് പറഞ്ഞു അല്ലാഹു അവരുടെയൊക്കെ ദർജയേറ്റി കൊടുക്കട്ടെ. എന്ത് പറയാൻ ഇപ്പം ഞാൻ വന്ന്? എന്തേ പറയാൻ വന്ന്? പറഞ്ഞിട്ട് മാറിപ്പോയതാണോ? എന്താ പറഞ്ഞത്? അതെ അവിടെ. അപ്പം എന്താണെന്നറിയാം, അതിൻ്റെ ഇടയിലൊരു കാവ് കൊടുക്കും. കാവ് പറഞ്ഞാൽ ഓലട്ട കാവ. കാവയിൽ ഓലടും. ഓലട്ട കാവ ഒരു ഓല ഉണ്ടായിരുന്നു പഴയ കാലത്തൊക്കെ, ഒരു നെയ്ച്ചോറിൻ്റെ ഓല. ആ ഓലയും കൂടി ഇട്ടാൽ അതിൻ്റെയും കൂടി ഒരു വാസന കിട്ടും. നല്ല രസമാണത്. അപ്പം ഞങ്ങൾ തെറാമീന് കൊണ്ടുപോയി കാവക്ക്. മറ്റൊരു 90% പോവും. പക്ഷെ ഒരെന്ത് അറിയും, കണ്ണോട്ട് നേരത്തും ഇത് ഇല്ലാത്തൊരു നേരം ഉണ്ടാവില്ല. അതില്ലാത്തൊരു നേരം ഉണ്ടാവില്ല.
നമ്മൾ നോമ്പ് കഴിഞ്ഞാൽ ഒരു ഒറ്റോട്ടം പറയില്ല. എന്തുകൊണ്ട്? നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നമുക്ക് കൂലി വരെയുള്ള അള്ളാഹു വാജിബാണ്. അപ്പം നമ്മൾ അഹങ്കാരികളാണ്. നമ്മൾ CIT നിസ്കാരമാണ്. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, നമ്മൾ കൊല്ലും വയലുകളെല്ലാം പറ. നമ്മൾ നല്ല പൈങ്കിളിയെ പറയടാ, ഇതാണ് നമ്മൾ നോമ്പ്. നമ്മൾ നോമ്പാണ് നോക്കും, അള്ളാഹു കൂലി തരും. അത് ചെറിയ കൂലി നടക്കൂല. ഇത് ഒരു നന്മ 700 മുതൽ തുടങ്ങാം. അപ്പം അളക്കണ നേരത്തെ നമ്മൾ അവിടെ പോയിക്കും. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. റമദാൻ മാസത്തിലെ ഓരോ ആശയത്തിനും 700 മുതൽ തുടങ്ങുന്നല്ലേ പറഞ്ഞ്. ഇപ്പം എന്തെങ്ങനെ അപ്പം നമ്മൾ എന്ത് ചെയ്യും? അടിച്ചിന് വാങ്ങും. എൻ്റെ അക്കളി നടക്കൂല. നമുക്ക് നമ്മൾ നോമ്പിനെ വിശ്വാസമാണ്, അവർക്ക് അള്ളാഹിനെ വിശ്വാസം, നോമ്പിൽ വിശ്വാസമില്ല. നമ്മളെ നോമ്പ് അള്ളാഹ് സ്വീകരിക്കുമെന്ന് അവർക്ക് വിശ്വാസമല്ല, അവർക്ക് അള്ളാഹിനെ വിശ്വാസം. അതുകൊണ്ട് അള്ളാഹു മർഹംനി അവർക്കൊക്കെ അള്ളാഹ് ഓർത്തു കൊടുത്തു. നമ്മൾ CIT നോമ്പ് നിസ്കാരക്കാരാണ്. എന്നൊക്കെ പറഞ്ഞാൽ ദുആ എന്നുള്ള പണി നമുക്കില്ല. അക്കാലത്ത് ദുആ സമ്മേളനമില്ല. എൻ്റെ കുട്ടിക്കാലത്ത് ഒരു ദുആ സമ്മേളനം ഞങ്ങളുടെ ഇടയിലില്ല. ഇപ്പോഴല്ലേ ദുആ സമ്മേളനം. എൻ്റെ കുട്ടിക്കാലത്ത് ദുആ സമ്മേളനം പരിപാടിയില്ല. ഇനി വരച്ചോടി. ഇപ്പം എനിക്കെതിരെ വരക്കാൻ വേണ്ടി ഒരുങ്ങുന്ന പണിയാണ് എല്ലാവർക്കും. മൂപ്പര് നമ്മളാളും അല്ല. ഒരു കൂട്ടുകാർ പറഞ്ഞു നമ്മളാളല്ല. ഇപ്പം മറ്റേ കൂട്ടുകാർക്കാർ പറയാം മൂപ്പര് നമ്മളാളും അല്ല. ഇപ്പം മൂപ്പര് വരക്കണം. വരച്ചടാ, എൻ്റെ ഭാര്യയൊക്കെ എനിക്കെന്ത് പേടിയാ. ഞാൻ ഒരുങ്ങിയിട്ടാണ് നടക്കണത്. നിങ്ങളൊക്കെ വരച്ചിട്ട് ദോഷിയായി മാറുമെന്ന് എനിക്കറിയാം. എന്നെ വരച്ചാൽ എൻ്റെ കഥ കഴിയും. ഞാൻ എൻ്റെ ഉൽപ്പത്തരം പറയല്ല, ഞാനിതിൻ്റെ റബ്ബിന് വേണ്ടി പറയാം. ഞങ്ങളാരെയാളും അല്ല, ഞാൻ റബ്ബിൻ്റെ ആളാണ്. എനിക്ക് റബ്ബിൻ്റെ ആളായി മരിക്കണം എന്നാ പോയി. ചില ആളുകൾ റമദാൻ മാസത്തിൽ നന്നാകാനാണ് വരും. പിന്നെ റമദാനാണ് കഴിഞ്ഞാൽ ഒരു പിന്നെയാണ് നാശാവും എന്നൊക്കെ പറയിൽ ഒരുപാട് വയറ് ഞാൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് റമദാനിൽ നന്നാകാൻ വന്നു എന്നുള്ളതും അവരുടെ നന്മയല്ലേ? അതൊരു നന്മയല്ലേ? ആണോ അല്ലേ? എന്നോടിപ്പോൾ ഈ ആഴ്ച ആരാ പറഞ്ഞെന്ന് ഓർമ്മയില്ല, ആലോചിച്ചാൽ കിട്ടും. ഒരാൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗുജറാത്ത്, ബോംബെ അവിടെയൊക്കെയുള്ള ചില മുസ്ലിം മുതലാളിമാർ എല്ലാ ദിവസവും കള്ളുടിക്കും. വലിയ മുതലാളിമാർ റമദാൻ കുടിക്കൂല. റമദാനിൽ ഒരു തോലിയാട്ടുമില്ല, കള്ളുടിയില്ല. ഒരു എന്ത് ചെയ്യും? ഒരു വലിയ പൈസക്കാരാ, വലിയ ഇൻ്റർനാഷണൽ ബിസിനസ്സുള്ള ടീം. അവർ വലിയ ബിസിനസ് മീറ്റിംഗ് മറ്റൊക്കെ ലോകാകത്ത് തെണ്ടി നടക്കും. വലിയ 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 പൈസക്കാരാണ്. ഗുജറാത്തിൽ, ബോംബെയൊക്കെയുള്ള ചില മഹാരാഷ്ട്രയിലൊക്കെ ചില വലിയ മുസ്ലിം മുതലാളിമാർ അവർ എല്ലാ ദിവസവും എന്ത് ചെയ്യും? കള്ളു കുടിക്കും. തോന്നിയാസമൊക്കെ ചെയ്യും. ഇനി തോന്നിയാസത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, എനിക്ക് ആലോചിക്കാം. പക്ഷേ റമദാനായിക്കഴിഞ്ഞാൽ സ്വഭാവമാണ് മാറും. റമദാന് കള്ളുടിക്കൂല, വ്യഭിചരിക്കൂല, മോശപ്പെട്ട മീറ്റിങ്ങിൽ പങ്കെടുക്കൂല, ഒന്നുമില്ല. റമദാൻ 30 ദിവസം അവനവൻ്റെ പള്ളി കാര്യം വേറെ ഒന്നും ശ്രദ്ധിക്കൂല. ഇത് നന്മ തന്നെയാണ്. നന്മയല്ലേ? അന്നോ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലോ ദോഷല്ലേ? അതൊരു നന്മയാണോ അല്ലേ? ഇത് ഉറപ്പിച്ച് പറയും, ഇത് നന്മയാണോ അല്ലേ? ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഒരു മാറ്റപ്പെട്ട ദിവസത്തെ ബഹുമാനിച്ചില്ലേ? വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്ന് പറഞ്ഞില്ലേ? അള്ളാഹിന്റെ അടയാളങ്ങളോട് ഒരാൾക്ക് ബഹുമാനം തോന്നുന്നുണ്ടെങ്കിൽ അതൊരു തഖ്വയുടെ ഭാഗമാണ്. അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു തഖ്വ ഉണ്ട്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല? നിങ്ങൾ വിചാരിച്ച മക്കത്തെ ഇമാമിന്റെ തഖ്വയല്ല. എന്നാലും ഓൻ എന്തുണ്ടല്ലോ, എന്ത് അള്ളാഹു ബഹുമാനിച്ച മാസാണ്, അത് ഞാനൊന്ന് ബഹുമാനിക്കണം എന്നെ ചിന്തയിൽ വന്നോല്ലേ? ഒന്നില്ലേ? അതും അള്ളാഹിനെ അവൻ മഹത്വപ്പെടുത്തിയതിന്റെ ഭാഗമല്ലേ? അത് മതിയാവും അല്ലാഹു തആലക്ക്. നിങ്ങളോനെ കുറ്റം പറയണ്ട, ഞമ്മക്കറിയില്ല. ഒരാൾ നമ്മളെ ചില ഭാര്യക്കാർ റമദാൻ മാസമായ അവർ പ്ലാസ്റ്റിക്കിന്റെ തൊപ്പിയൊക്കെ ഇട്ട് പള്ളിയിൽ എടുക്കലും കൊടുക്കലും ഭക്തൊക്കെ മുറിക്കലും മറ്റില്ല. ആണോ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. റമദാൻ കഴിഞ്ഞ പോലെ കാണുന്നില്ല. ആയിക്കോട്ടെ, എന്നാലും അല്ലാഹു തആലാന്റെ നോട്ടം അവന്റെ കൽബിലേക്ക് ഉള്ളതുകൊണ്ടോ വന്നത്. ആ നോട്ടം അല്ലാഹു വിമർശിക്കണമെങ്കിൽ പള്ളിയൊക്കെ തിരിഞ്ഞു നോക്കൂല. നിങ്ങൾ ആദ്യത്തെ തീരുമാനിക്കും, സത്യമാണോ അല്ലേ? ഓന്റെ കൽബിൽ പള്ളിനോട് ബഹുമാനുണ്ടോ അല്ലേ? ബഹുമാനുണ്ട്. മോലിയനോട് ബഹുമാനുണ്ട്, ദീനിനോട് ബഹുമാനുണ്ട്. റമദാൻ മാസം മുഴുവനും ഭക്തൊക്കെ മുറിക്കണ ബാല്യക്കാരെ പിന്നെ കണിയുണ്ടാ കാണില്ല. അത് വലിയ സംഗതിയാണ്. ചില സന്ദർഭങ്ങളിലൊക്കെ ചില പരിപാടികളിൽ പാറ്റപ്പൊടി പോലെ ബാല്യക്കാരോട് പൊടി. ഇപ്പൊ നമ്മൾ അള്ളാഹ് പ്രഭാഷണത്തിന് 200ാമത്തെ പരിപാടി നടത്തി. വണ്ടി വെക്കാൻ സ്ഥലം കിട്ടിയില്ല. ആരെ വന്ന് ബാല്യക്കാർ? എവിടുന്ന് വരും? വന്ന് ഓല് ഇന്നലെ വരെ പയമാട്ട് വരുന്നവരാണ്.
പക്ഷെ അള്ളാഹിനെ പറ്റി പറയുന്ന ഒരു മജ്‌ലിസിന്റെ ഒരു മഹത്വം, ഇനി 200-ാമത്തെ പരിപാടി അപ്പൊ ഒരു വന്നു, അപ്പൊ ഒരു ആരോട് മഹത്വമുണ്ട് പറയാ അല്ലാഹ്. ഹൈദരലി ശിഹാബ് തങ്ങളെ ഒരിക്കൽ ഞാനൊരു പരിപാടിക്ക് കൊണ്ടുവന്നു, തങ്ങളെ ഒരു ആനയിച്ച് കൊണ്ടുവന്നു കാളിയാക്കാൻ വേണ്ടിയിട്ട്. റോട്ടിന് സ്ഥലം മതിയായില്ല. ഞാൻ അന്നും എനിക്ക് ഒന്നും പിടുത്തം കിട്ടാം, എവിടുത്തെ കുട്ടികൾ വന്നത്. അപ്പൊ ഒരു വന്നത് എന്തിനാ, ഒരു ഇഷ്ടമുള്ള ആളാണ് ആര്, ഹൈദർ തങ്ങള്. അല്ലാഹു ആ മഹാന്റെ ദർജ കൊടുക്കട്ടെ. അതൊരു മൗഫറത്തിന് സബബാവും. ഓലും മാറ്റപ്പെടുത്തിയത് ആരെ തന്നെയാണ് പറയ കുട്ടിയെ, അവര് മാറ്റപ്പെടുത്തിയത് ആരെയാണ്, അല്ലാഹ്. അപ്പൊ റമളാൻ മാസത്തിൽ ചില കുട്ടികൾ നന്നാകാൻ വരുന്നുണ്ട്, നിങ്ങൾ കുറ്റൊന്നും പറയണ്ട. അവന്റെ കൽബിലേക്ക് അല്ലാഹുവിന്റെ ചെറിയൊരു നോട്ടെങ്കിലും ഉള്ളത് കൊണ്ടല്ലേ റമളാനെ ബഹുമാനിച്ച്. മനസ്സിലാണ്ട് പറഞ്ഞേ. നമ്മൾ വിചാരിച്ചൊന്നുമല്ല കാര്യം, ഒക്കെ അവിടെ ഉണ്ടാവും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. എല്ലാവരും നിസ്കാരം നിർത്താൻ വേണ്ടി ഒന്നല്ല പറയണേ, നിങ്ങളൊക്കെ ചിന്തിക്കണം. കാരണം ഇവരുടെ ഒന്നും മാത്രമല്ല, അള്ളാഹുവിൻ്റെ പറയൊക്കെ റഹ്മത്ത്, അള്ളാഹിന്റെ റഹ്മത്ത്. അതാണ് എൻ്റെ വാപ്പ എനിക്ക് റഹ്മത്തുള്ളാന്ന പേരിട്ട്. അതിൻ്റെ വില അന്നറിയില്ല. അന്ന് മാഷന്മാർ റഹ്മത്തുള്ളാന്ന് പേരുള്ള ഒരാൾ സ്കൂളിലില്ല. അപ്പോൾ മാഷന്മാർ ആ പേര് ഇങ്ങനെ പിന്നെ എഴുതി ചേർക്കുന്ന നേരത്തെ പോയി ക്ലാസ്സിന് അടുത്ത ക്ലാസ്സിലേക്ക് പോയാൽ 2 വട്ടം എന്നെ അടങ്ങണ്ടിട്ട് നോക്കും, ഇതെന്താ പുതിയൊരു ജീവി നേർക്ക്. അപ്പം തോന്നിയിരുന്നു, എന്തിനാണ് പഠിച്ചോൻ എൻ്റെ വാപ്പ ഈ ജാതിയിൽ ആർക്കും തൊള്ളി കിട്ടാത്തൊരു. കണക്കെടുക്കാൻ വേണ്ടി വന്നപ്പോൾ മക്കളെ ചോദിച്ചു എൻ്റെ അമ്മാനോട്, വാപ്പല്ലാത്ത ദിവസം കണക്കെടുക്കാൻ വന്ന ഒരാൾ, എത്ര മക്കളുണ്ട്? അപ്പോൾ ഉമ്മ പറയിച്ചതൊക്കെ ഇടക്കിടക്ക് എത്ര മക്കളുണ്ട്, മക്കളെ പേര് എഴുതിയാൽ കണക്കെടുക്കാൻ വന്നവരാ, ഗാനേഷ്മാരി കണക്കെടുക്കുക, ജനസംഖ്യ കണക്ക്. അപ്പോൾ ആദ്യം പറഞ്ഞു, ആദ്യത്തെ കുട്ടീൻ്റെ പേരെന്താ, റഹ്മത്തുള്ള. അപ്പോൾ അയാളത് എഴുതി. പിന്നെ ചോദിച്ചു, ഇതാണോ പെണ്ണോ? മരിക്കണ വരെ പറഞ്ഞിരുന്നുണ്ട്. അയാൾ എന്നോട് ചോദിച്ചത് എൻ്റെ പേര് കേട്ടപ്പോൾ, ഇതാണോ പെണ്ണോ, ഇതാണും പെണ്ണോ ആണോ എന്ന് അറിയാത്ത ഇപ്പം റഹ്മത്തുള്ള പേര് ഇഷ്ടം പോലെ ആളുകൾക്കുണ്ട്. എനിക്ക് അന്നൊന്നത് മനസ്സിലായി, ഇന്നത് വല്ലാത്തൊരു സന്തോഷം. അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണെന്ത്, റഹ്മത്ത്. റഹ്മത്തിനേക്കാൾ വലിയ ലോഹിൽ അള്ളാഹു ആദ്യം എഴുതിയ വാക്ക് റഹ്മത്ത് എന്ന്, ആദ്യം എഴുതിയത് റഹ്മത്ത് എന്ന്. എന്നിട്ട് അള്ളാഹു മലക്കുകളോട് പറഞ്ഞു, ഇന്ന റഹ്മത്തി തഗ്ലിബു ഗളബി, എൻ്റെ കോപത്തിനെ ജയിക്കാൻ എൻ്റെ റഹ്മത്തിനെ കഴിയൂ. അള്ളാഹ്ക്ക് കോപവും ഉണ്ടാവും, റഹ്മത്തും ഉണ്ടാവും. നമ്മൾ റഹ്മത്തിനെ ചോദിച്ചാൽ കോപമൊന്നും അല്ലാതെയോ. എൻ്റെ കോപവും എൻ്റെ റഹ്മത്തും മത്സരിച്ചാൽ എപ്പോഴും ജയിക്കുക എൻ്റെ റഹ്മത്തായിരിക്കും. യാ സുബ്ഹാനല്ലാഹ്. എന്താ ഇന്ന റഹ്മത്തി തഗ്ലിബു ഗളബി, എൻ്റെ ഗളബിനെ ജയിക്കും എന്ത്, എൻ്റെ റഹ്മത്ത്. ഈ ഹദീസ് മുസ്ലിമിലുണ്ട്, ഈ ഹദീസ് മുസ്ലിമിലുണ്ട്. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് മിനൻ നാർ. ഇമാം ദൈലമി തൻ്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയ ഹദീസ്, ഇമാം ഖുശൈരി തങ്ങൾ തൻ്റെ റിസാലയിൽ, ഇമാം ഗസാലി തൻ്റെ ഇഹ്യയിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഞാൻ വായിക്കാം. ശരിക്കണം കേട്ടോ, ശരിക്കണം, ഉപകരിക്കും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഇമാം ദൈലമി തൻ്റെ മുസ്നദിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഗസാലി തങ്ങൾ ഹുജ്ജത്തുൽ ഇസ്ലാം, ഇമാം ഗസാലി തങ്ങൾ തൻ്റെ ഇഹ്യയിലും ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നൂറുൽ ഹിക്മത്തി അൽ ജുഅ, തത്വചിന്ത ഉണരണമെങ്കിൽ വിശക്കണം. റസൂൽ പറയാ, ഒരാൾക്ക് തത്വചിന്ത ഉണരണമെങ്കിൽ, തത്വചിന്ത വെറും തത്വചിന്തയല്ല, കേവലം യൂറോപ്യൻ ഫിലോസഫി അല്ല, പകരം അത് അള്ളാഹുവിനുള്ള ഭയം. ഈ ഭയത്തിൻ്റെ ഗ്രന്ഥി ഉണരണമെങ്കിൽ നിന്റെ പള്ളക്ക് വിശക്കണം. അള്ളാഹുവിൽ നിന്ന് അകലം പോകലാണ് വയറ് നിറക്കുക എന്ന കാര്യം. മുത്തനബി പറയാം, ഒരുപാട് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഈ ഹദീസിൽ പറയുന്നത്. ഒന്ന്, വിശന്നാലേ നിനക്ക് നിന്റെ അള്ളാഹുവിലുള്ള തഖ്വയുടെ ഗ്രന്ഥി തുറക്കുള്ളൂ. അതുകൊണ്ടാണ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ വിശക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ അള്ളാഹുവിലുള്ള ഭയത്തിൻ്റെ ഗ്രന്ഥി നിനക്ക് തുറന്നു കിട്ടണമെങ്കിൽ നിനക്ക് എന്ത് വേണം?
വിശക്കണം. എപ്പോൾ വയറ് നിറഞ്ഞോ നീ അള്ളാഹുവിനെ തൊട്ട് അകലെയാണ് പോവുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വൽ ഖുർബത്തു വൽഖുർബത്തു ഇലല്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിൻ്റെ സാമീപ്യം നേടുക എന്നത് ഹുബ്ബുൽ മസാക്കീൻ, മിസ്കിന്മാരെ പ്രേമിക്കലാണ്. ഒരാൾക്ക് അള്ളാഹിൻ്റെ സാമീപ്യം കിട്ടണമെങ്കിൽ നിസ്കരിച്ചാലും പോലത്താലും മതിയാവില്ല, പിന്നെന്ത് വേണം? സാധുക്കളോട് സ്നേഹം വേണം. ഹുബ്ബുൽ മസാക്കീൻ അള്ളാഹു നമുക്ക് തരട്ടെ. ഹുബ്ബുൽ മസാക്കീൻ അള്ളാഹു ഫഅമ്മാ ഇൻ കാന, ഇതെന്തിനാണ് ഉപകരിക്കുക? വൽഖുർബത്തു, വയറ് നിറഞ്ഞാൽ ദൂരെ പോകും. ഒരാൾക്ക് അള്ളാഹുവിൻ്റെ അടുത്തെത്തണമെങ്കിൽ ചെയ്യേണ്ട കാര്യം ഹുബ്ബുൽ മസാക്കീൻ, ആരെ പ്രേമിക്കണം? ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹുൻ വറൈഹാനുൻ വജന്നത്തു നഈം. അൽ വാഖിഅ അല്ലേ? ഒരാൾ അള്ളാഹിൻ്റെ മുഖറബാണെങ്കിൽ അവർക്ക് പരലോകത്ത് ആനന്ദവും ആമോദവും സന്തോഷവും ഉണ്ടാവും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അതിന് അള്ളാഹുവിൻ്റെ സാമീപ്യം നേടണമെങ്കിൽ എന്ത് വേണം? ഹുബ്ബുൽ മസാക്കീൻ. പറ മിസ്കിന്മാരെ പ്രേമിക്കുക. അതൊക്കെ ശ്രദ്ധിക്കണം. ഈ നോമ്പ് കാലത്തല്ലോ ശ്രദ്ധിക്കണം. കഴിഞ്ഞ കൊല്ലത്ത് അത്രയും കൊല്ലം മനുഷ്യന്മാരുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ എന്തെങ്കിലും കൂട്ടായ്മ നടത്തി സാധുക്കളെ വീടുകളിൽ ഭക്ഷണം എത്തിക്കാനൊക്കെ ശ്രമിക്കണം. എല്ലാവരും ശ്രമിക്കണം. ആളുകളുടെ കയ്യിൽ പൈസ ഇല്ലാത്ത കൊല്ലാണ് ഈ കൊല്ലം. കൊല്ലൽ പ്രയാസമുള്ള കൊല്ലാണ്. അള്ളാഹു തആല പ്രയാസങ്ങൾ നീക്കി തരട്ടെ. നമ്മൾ വിചാരിക്കുക അന്വേഷിച്ച് പോകണം. ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ തുറന്ന് പറയാൻ മടിയുള്ള ആളുകളുണ്ടാവും, മടിയുള്ളവരുണ്ടാവും. അവർ പട്ടിണിയിലായിരിക്കും. നാടാകെ ഭക്ഷണം ഉണ്ടാവും, അവരെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാവില്ല. ഒന്ന് ശ്രദ്ധിക്കണം. കഴിഞ്ഞ കൊല്ലത്ത് അത്രയും മനുഷ്യന്മാരുടെ കയ്യിൽ പൈസ ഇല്ല, പ്രയാസത്തിലാണ്. അള്ളാഹു പ്രയാസങ്ങളെ പരിഹരിച്ച് തരട്ടെ. അപ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ സാധുക്കളെ സഹായിക്കണം, അവരെ പ്രേമിക്കണം. അവരോട് അടുത്ത് നിൽക്കുകയും വേണം. മനസ്സിലായില്ല? റസൂൽ പറയാണ്, ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുഖറബാവണമെങ്കിൽ സാധുക്കളോട് സ്നേഹവും വേണം, അവരോട് അടുത്ത് നിൽക്കുകയും വേണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. പിന്നെ ലാ തശ്ബഉ, നിങ്ങൾ വയറ് നിറക്കരുത്. ഫതത്ഫിഉ നൂറൽ ഹിക്മ, അപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ആ ഒരു തത്വചിന്തയുടെ ഖൈറിൻ്റെ വാതിൽ അപ്പോൾ അടഞ്ഞു പോകും, ആ പ്രകാശം കെട്ടുപോകും എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. ഒമൻ ബാത ഫീ ഖിഫത്തി മിന തുആമി, ഒമൻ ബാത, ശ്രദ്ധിക്കണേ, ഈ ഹദീസ് സ്വഹീഹാണെന്ന് ഒരു പടി ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒമൻ ബാത ഫീ ഖിഫത്തി തുആമി, കുറഞ്ഞ ഭക്ഷണത്തിലാണ് ഒരാൾ ഒരു രാത്രി കഴിച്ച് കൂട്ടിയത് എങ്കിൽ ബാത്തൽ ഹൂറു ഹൗലഹു ഹത്താ യുസ്ബിഹ, സ്വർഗീയ അപ്സരസുകൾ അവൻ്റെ കട്ടിലിന് ചുറ്റും ആ രാത്രി പാളി നോക്കിയിട്ടുണ്ടാവും. അള്ളാഹു ആ കൂട്ടത്തിൽ അവരും അവിടെ പരിസരത്തുണ്ടാവും. മനസ്സിലായില്ല? വിശന്നിട്ടാണ് നീ ഉറങ്ങിയതെങ്കിൽ നേരം വെളുക്കുന്നവരെ നിൻ്റെ കൂടെ നിൻ്റെ പരിസരത്ത് സ്വർഗീയ ഹൂറുകൾ ഉണ്ടായിരിക്കും. കാരണം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം നീ വയറ് നിറക്കലല്ല, ഭക്ഷണം കുറക്കലാണ് എന്ന് മുത്ത റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാവേണ്ട പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം, ഒക്കെ ശ്രദ്ധിക്കണം. പരിധി വിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക. നോമ്പ് കാലത്ത് ഒന്ന് ശ്രദ്ധിക്കുക, ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നോമ്പ് കാലത്ത് മുമ്പ് കാലത്ത് ശ്രദ്ധിക്കുക, ഭക്ഷണം ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത ഭക്ഷണം കഴിക്കാതിരിക്കുക. ഫ്രൂട്ട്സ് ഒന്നും വറുക്കുക, ഒക്കെ വലിയ നല്ല കാര്യമാണ്. പിന്നെ ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കാതെയും ഇരിക്കുക. എപ്പോഴെങ്കിലും കഴിക്കേണ്ടെന്നല്ല, സ്ഥിരമായി കഴിക്കാതിരിക്കരുത്. ഹൈറില്ല. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തപ്പെട്ട ആ പൊരുത്തം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തുറന്നു തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തം. ഞാനൊരു ഹദീസും കൂടി, ഒരു ഖുദ്സിയായ ഹദീസും കൂടി ചൊല്ലി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഹബീബ് പറയാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഒരു ഹദീസ് എന്ന് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു കസീർ തൻ്റെ തഫ്സീർ ഇബ്നു കസീറിലടക്കം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇമാം ഖുശൈരി തങ്ങൾ തൻ്റെ റിസാലയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന റസൂലുള്ളാഹി ദഖല അലാ സ്വഹാബിഹി മിൻ ബാബി ബനി ശൈബ ഫറആഹും യളഹഖൂന. ഒരിക്കൽ സ്വഹാബികളെ അടുക്കലേക്ക് റസൂൽ കയറി വരികയാണ്. അപ്പോൾ അവരെന്തോ പറഞ്ഞ് ചിരിക്കുക. അപ്പോൾ ഫഖാല, റസൂൽ പറഞ്ഞു, അതളഹഖൂന, നിങ്ങൾ ചിരിക്കുക. ലൗ തഅലമൂന മാ അഅലമു, ഞാൻ അറിയുന്നത് എങ്ങാനും നിങ്ങൾ അറിയുകയാണെങ്കിൽ ലളഹഖ്തും ഖലീലൻ, നിങ്ങൾ കുറച്ച് ചിരിക്കൂ. സുമ്മ മറ, പിന്നെ ആ വാക്കും പറഞ്ഞ് നബി മുന്നോട്ട് പോയി. സുമ്മ റജഅ, പിന്നെ തിരിച്ചു വന്നു. തിരിഞ്ഞില്ല.
ഒന്നുകൂടി പറയാം ഇബ്നു കസീറിൽ ഈ സംഭവം കുശേരിയിലും നിസാലിയിലുണ്ട്. അതായത് റസൂലുള്ള സ്വഹാബികളെ, ഒരു കൂട്ടം സ്വഹാബികൾ ഇരിക്കുന്നിടത്ത് ചെന്നപ്പോൾ സ്വഹാബികൾ ചിരിക്കുക. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, എന്ത് ഒരു ഈർഷ്യത വന്നിട്ടുണ്ടാവാം, രസമില്ലാത്ത വർത്താനം പറയണത്. ലൗ തഅലമൂന മാ അഅലമു, ഞാൻ അറിയുന്നത് എങ്ങാനും നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിരിക്കൂല, നിങ്ങൾ കുറഞ്ഞേ ഇരിക്കുള്ളൂ, നിങ്ങൾ ഈ ചിരി ഇരിക്കൂല എന്ന് പറഞ്ഞു. സുമ മറ, പിന്നെ ആ സദസ്സിനെയും വിട്ട് നബി മുന്നോട്ട് പോയി. അവരവിടെ തന്നെ ഇരുന്നു. അങ്ങനെ സ്തബ്ധരാവുമല്ലോ സ്വാഭാവികമായും. സുമറജ, പിന്നെ റസൂലുള്ള തിരിച്ചു വന്നു. അപ്പോൾ റസൂലുള്ള വളരെ സന്തുഷ്ടനാണ്. തിരിച്ചു വന്നപ്പോൾ ആദ്യത്തെ ആ ഈർഷ്യരൊന്നുമില്ല. നസല അലയ്യ ജിബ്രീൽ, ഞങ്ങളോട് ആ വാക്കും പറഞ്ഞ് പോയപ്പോൾ ജിബ്രീൽ വന്നു. അള്ളാഹുവിൻ്റെ ആയത്തിറങ്ങി, നബി ഇബാദി അനിൽ ഗഫൂർ റഹീം, എൻ്റെ അടിമകളോട് ഇതാണ് പറയേണ്ടത് നബിയെ. നബി ഇബാദി, എൻ്റെ അടിമകൾക്ക് താങ്കൾ അറിയിക്കേണ്ടത് അനിൽ ഗഫൂർ റഹീം, ഞാൻ ഏറെ പൊറുക്കുന്നവനും ഏറെ റഹ്മത്ത് ചെയ്യുന്നവനുമാണ്. ചിരിച്ചോട്ടെ, ഒരു ചിരിച്ചൊന്നും എനിക്ക് വിഷയമില്ല, ഞാൻ ഗഫൂറാണെന്ന് അവർ മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായില്ല. അപ്പോൾ പെട്ടെന്ന് തിരിച്ചു വന്നു. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞ ഒരു വിഷമം പോലെ റസൂലുള്ളാഹിക്ക് തന്നെ തോന്നി. എന്നിട്ട് റസൂൽ എന്ത് പറഞ്ഞു? ശ്രദ്ധിക്കണേ, റസൂൽ എന്ത് പറഞ്ഞു? ഞാൻ നിങ്ങളെയും വിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ ആര് വന്നു? സയ്യിദുനാ ജിബ്രീൽ. എന്നിട്ട് ഹബീബായ റസൂൽ പറയാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നെ അറിയിച്ചു, നബി ഇബാദി അനൽ ഗഫൂർ റഹീം. ഹിജ്ർ അധ്യായത്തിന് 49-ാമത്തെ ആയത്താണ്. ഹിജ്ർ അധ്യായത്തിന് 49-ാമത്തെ ആയത്ത്. നബി ഇബാദി, എൻ്റെ ദാസന്മാരെ അറിയിക്കുക. എന്തറിയിക്കുക? ഒരു ചിരിച്ചാൽ കുടുങ്ങുന്നല്ല അറിയിക്കേണ്ടത്. അനിൽ ഗഫൂർ റഹീം, ഞാൻ ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാണ്. പൊറുക്കും, ഒന്നും പേടിക്കണ്ട. കുട്ടികളെ കുറച്ച് ചിരിച്ചു കളിച്ച് ഒന്നും പേടിക്കണ്ട. നാശായി പോകാതെ നമ്മെ അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അവർക്കപ്പുറം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.